ഹായ് ഡിയേഴ്സ്, ഈ ഒരു പബ്ലിക് എക്സാമിന് നമ്മുടെ ചോദ്യമായിട്ട് റഷ്യൻ റെവല്യൂഷൻ ചോദിക്കുമോ? ഒരുപാട് ആളുകളുടെ ചോദ്യമാണ്, റഷ്യൻ വിപ്ലവം ഒരു ചോദ്യമായി മാറുമോ? ഇത് ചോദിക്കാൻ ഒരു പോസിബിലിറ്റി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, ഒന്നാമത്തെ കാര്യം 2017 നോക്കാം അല്ലെ. 17 നമ്മളോട് ചോദിച്ചത് ലാറ്റിൻ അമേരിക്കയാണ്, 18 ചൈനീസ് ആണ്, 19 ഫ്രഞ്ചും, 20 അമേരിക്കയും, 21 വീണ്ടും ഫ്രഞ്ച് റെവല്യൂഷനും, 22 വീണ്ടും അമേരിക്കയും, അവസാനം കഴിഞ്ഞ വർഷം ഏതാണ് വീണ്ടും 2023 ചൈനീസുമാണ് ചോദിച്ചത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇതുവരെ ഏത് ചോദിച്ചിട്ടില്ല? റഷ്യൻ വിപ്ലവം എക്സാമിന്, പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടില്ല. ചോദിച്ചത് 2023 2022 മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആയി വന്നിരുന്നത് ഏതായിരുന്നു? ഈ റഷ്യൻ റെവല്യൂഷൻ ആണ്. അപ്പൊ നമുക്കൊരു പ്രതീക്ഷ വെക്കാം, 2024 ഒരു പക്ഷേ ഏത് ചോദിച്ചേക്കാം? റഷ്യൻ റെവല്യൂഷൻ ചോദിച്ചേക്കാം. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതി വെക്കണം? ഇത്രയും കാര്യങ്ങൾ ഇതിൽ നിർബന്ധമായും മെൻഷൻ ചെയ്തിരിക്കണം. എന്താണ് റഷ്യൻ റെവല്യൂഷൻ? റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് റഷ്യ ഭരിച്ചിരുന്ന രാജാക്കന്മാർ, സാർ രാജാക്കന്മാരെ കുറിച്ച് പറയണം. അവിടുത്തെ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിച്ചിരുന്ന ഫാർമേഴ്സ്, കർഷകരെ കുറിച്ചും, വർക്കേഴ്സ്, ഫാക്ടറി തൊഴിലാളികളെ കുറിച്ചും പറയണം. അവരുടെ പ്രശ്നങ്ങളെ കുറിച്ച് അന്നത്തെ കഥകളിൽ എഴുതിയിട്ടുള്ള റൈറ്റേഴ്സ് ആയിട്ടുള്ള അല്ലെ, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ തുർക്കനേവ്, ആന്റൺ ചെക്കോവ്, അല്ലെ, മാക്സിം ഗോർക്കി തുടങ്ങിയ എഴുത്തുകാരെ കുറിച്ച് മെൻഷൻ ചെയ്യണം. ഈ കർഷകരെയും തൊഴിലാളികളുടെയും ഫാർമേഴ്സിന്റെയും ഫാക്ടറി വർക്കേഴ്സിന്റെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവിടെ ഉണ്ടാക്കിയ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടിയെ കുറിച്ച് പറയണം. ആ പാർട്ടി മെൻഷെവിക്കെന്നും ബോൾഷെവിക്കെന്നും രണ്ട് പാർട്ടികളായി സ്പ്ലിറ്റ് ആയതിനെ കുറിച്ച് പറയണം. ഫെബ്രുവരി റെവല്യൂഷൻ അല്ലെ, അതെന്താന്ന് നിങ്ങൾക്ക് അറിയാം. റഷ്യയിൽ എന്ത് അവസാനിച്ചതാണ്? രാജഭരണം, സാർ രാജാവായ നിക്കോളാസ് രണ്ടാമനെ പുറത്താക്കിയ റെവല്യൂഷൻ ആണ്. അതിനുശേഷം മെൻഷെവിക് പാർട്ടി അധികാരത്തിൽ വന്നതറിയാം. അവർക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റാതെ വന്നപ്പോൾ വീണ്ടും റഷ്യയിൽ നടന്ന റെവല്യൂഷൻ ആണ് ഒക്ടോബർ റെവല്യൂഷൻ, ഒക്ടോബർ വിപ്ലവം എന്നറിയാം. ഇത് നടത്തിയ ലെനിനും ബോൾഷെവിക് പാർട്ടിയും സോവിയറ്റുകളും ചേർന്നാണെന്നറിയാം. അതിന്റെ ഫലങ്ങൾ കൂടി എഴുതി വെച്ചാൽ 6 മാർക്ക് നിങ്ങളെ പോക്കറ്റിലാണ്. ഇനി അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് അമേരിക്കയാണ്. അമേരിക്ക എത്ര പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് എക്സാമിന്? അമേരിക്ക 2020 2022 എക്സാമിന് ചോദിച്ചതാണ് ഈ പറയുന്ന അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അതിൽ നമ്മൾ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിനെ കുറിച്ച് എഴുതി വെക്കണം. മെർക്കൻഡലിസ്റ്റ് നിയമങ്ങൾ എഴുതി വെക്കണം. ജോൺ ലോക്ക്, തോമസ് പെയിൻ തുടങ്ങിയ തിങ്കർമാരെ കുറിച്ച് എഴുതി വെക്കണം. ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസും സെക്കൻഡ് കോണ്ടിനെന്റൽ സമ്മേളനത്തെ കുറിച്ചും അവസാനം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഫലങ്ങൾ അല്ലെങ്കിൽ സ്വാധീനവും നമ്മൾ എഴുതണം. ഇനി ഇതുമല്ലെങ്കിൽ നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഒന്നാണ് ഫ്രഞ്ച് റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഫ്രഞ്ച് റെവല്യൂഷനെ കുറിച്ച് ആദ്യം അതിന്റെ ഇൻട്രോഡക്ഷൻ നമ്മൾ തയ്യാറാക്കണം. ഏത് വർഷമാണ്, അതിന്റെ മുദ്രാവാക്യം എന്താണ്, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് എഴുതി വെക്കണം. ദെൻ ഫ്രാൻസിലെ സിറ്റുവേഷൻസും അല്ലെ, അവിടുത്തെ രാജാക്കന്മാരുടെ ഭരണത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയണം. ദെൻ നമ്മൾ പറയേണ്ടത് ഫ്രാൻസിലെ 3 എസ്റ്റേറ്റുകളെ കുറിച്ചാണ്. ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റിനെ കുറിച്ച് നമ്മൾ പറയണം. 3 ചിന്തകന്മാര്, വോൾട്ടയർ, റൂസോ, മോണ്ടെസ്ക്യൂയെ കുറിച്ച് നമ്മൾ മെൻഷൻ ചെയ്യണം. ടെന്നീസ് റോത്തിനെ കുറിച്ച് വേണമെങ്കിലൊക്കെ നമുക്ക് അതിൽ മെൻഷൻ ചെയ്യാം. ആൻഡ് അതിന്റെ ഇൻഫ്ലുവൻസ് കൂടി നമുക്ക് എഴുതി വെക്കാം. അപ്പൊ ചൈനീസ് ചോദിക്കുമോ സാറേ? കഴിഞ്ഞ വർഷം ചൈനീസ് ആണ് ചോദിച്ചത്, ഈ മോഡലും ചൈനീസ് ആണ് ചോദിച്ചത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ പ്രാവശ്യം ചൈനീസ് ചോദിക്കാൻ കമ്പാരിറ്റീവ്ലി സാധ്യത കുറവാണ്. അത് വിചാരിച്ച് ചൈനീസ് പഠിക്കാതെ പോകണ്ട. കഴിഞ്ഞ പ്രാവശ്യം പല ആൾക്കാരും ചൈനീസ് പഠിക്കാതെ പോയ ആൾക്കാരാ. ഒരിക്കലും ആരും പ്രതീക്ഷിച്ചിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ചൈനീസ് വരുമെന്ന്. അതുകൊണ്ട് തന്നെ പല ആൾക്കാർക്കും പണി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പോവാം. അപ്പൊ ഞാൻ പറഞ്ഞു, റഷ്യൻ ചോദിക്കുമെന്ന് വെച്ചാൽ സാധ്യത കൂടുതലാണ്. അത് കുറച്ചുകൂടി ഫോക്കസ് ചെയ്തും പഠിച്ചിട്ട് പോവാം. സോ നമുക്ക് വീണ്ടും കാണാം. Bye.